എം ഡോട്ട് ഈക്വൽ ടു എം ഡോട്ട് മാക്സ് എന്ത് സംഭവിക്കും? മാക്സിമം മാസ് ഫ്ലോ റേറ്റ് വരുന്നത് എവിടെയാണ്? എ എസ് സ്റ്റാർ ആകുമ്പോൾ എം 1 ആകുമ്പോൾ. ഈ കാണുന്ന റിലേഷൻ കണ്ടിട്ടില്ലേ? എന്താണ് ഈ റിലേഷൻ? ഈ റിലേഷൻ നമ്മൾ മുമ്പ് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. മാസ് ഫ്ലോ റേറ്റ് ഇൻ ടേംസ് ഓഫ് മാക് നമ്പർ. ഇതാണ് ഈ റിലേഷൻ. ഈ റിലേഷനിൽ എം ഡോട്ട് മാക്സ് ആവുമ്പോൾ, അതായത് മാക്സിമം മാസ് ഫ്ലോ റേറ്റ് വരാൻ വേണ്ടിയിട്ട് എന്ത് വരണം? മാക് നമ്പർ 1 കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വരുമോ നോക്കാം. മാക് നമ്പർ 1 കൊടുക്കുക അവിടെ. അപ്പോൾ എന്ത് വരും? ഇവിടെ 1 കൊടുക്കുക, 1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ വ്യത്യാസമില്ല. ഇവിടെ എന്ത് വന്നു? 1 വന്നു, അത് കളഞ്ഞു നമ്മൾ. ഇതിനെന്ത് ചെയ്യണം? ഇത് ഡിയോമീറ്റർ കോമൺ അല്ലേ, അപ്പോൾ ഡിയോമീറ്റർ കോമൺ ആക്കണം. അല്ല, കോമൺ അല്ലാത്തതുകൊണ്ട് 2/2. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? 2 - 1. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരിക? ഗാമ + 1/2 വരും. ഇനി എന്ത് ചെയ്യണ്ടേ? ഇതിനെ തിരിച്ചെഴുതി 2/γ + 1 മുകളിലേക്ക് വന്നു. ഈ കാണുന്ന റിലേഷൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഇല്ലേ? എന്താണ് ഈ കാണുന്ന റിലേഷൻ? ഇത് വന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 1/a/b² = 1/a²/b² = b²/a². തിരിഞ്ഞു =b/a². അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് മാത്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ എഴുതിയെന്നുള്ളൂ. അപ്പോൾ ഈ റിലേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ റിലേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്? എന്താണ് ഇത്? മാക്സിമം മാസ് ഫ്ലോ റേറ്റിൻ്റെ റിലേഷനാണ്. ഒരു മിനിറ്റ്. ഇത് മാക്സിമം മാസ് ഫ്ലോ റേറ്റിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? മാക് നമ്പർ 1ൽ മാക്സിമം മാസ് ഫ്ലോ റേറ്റ് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. അവിടെ എ എസ് സ്റ്റാർ ആയിരിക്കും. മാക് നമ്പർ 1 വരുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണെന്ത്? ക്രിട്ടിക്കൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്. അപ്പോൾ ക്രിട്ടിക്കൽ ഭാഗത്തുള്ള ഏരിയനെ ക്രിട്ടിക്കൽ ഏരിയ എന്ന് എന്താ പറയുക? എസ് സ്റ്റാർ നമ്മൾ വിളിക്കും. ഓക്കെ.